നെക്സ്റ്റ് വരുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ഗ്യാസ് എക്സ്ചേഞ്ച് നേരത്തെ പറഞ്ഞു, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിലാണ്. അല്ലാത്ത സ്പേസിനെ നമ്മൾ ഡെഡ് സ്പേസ് എന്നാണ് പറയുന്നത് എന്ന്. അപ്പോൾ ആൽവിയോളയിൽ എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ശരിക്കും ആൽവിയോളയും ബ്ലഡും തമ്മിലും, അതുപോലെ തന്നെ ബ്ലഡും ടിഷ്യൂസും തമ്മിലും. അതായത് ആൽവിയോളയും അതിൻ്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ്, ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ നിന്ന് ആൽവിയോളയിലേക്ക്, പിന്നെ ഈ ബ്ലഡ് വേരിയസ് ടിഷ്യൂസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബ്ലഡും ടിഷ്യൂസും തമ്മിലും ഇങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് സാധാരണ നടക്കുന്നത്. ആൽവിയോള ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും പ്രൈമറി സൈറ്റാണ് ആൽവിയോള എന്ന് പറയുന്നത്. ആൽവിയോളയുടെ സ്ട്രക്ചർ നിങ്ങൾക്കിതിൽ കാണാം. ബഞ്ച് ഓഫ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. Terminal bronchioles ends in bunch of sac-like structures called alveoli. Oxygen and carbon dioxide are exchanged by simple diffusion. ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ സിമ്പിൾ എപ്പിത്തീലിയമാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ പറഞ്ഞതാണ്. സിമ്പിൾ എപ്പിത്തീലിയം, ഈ ഡിഫ്യൂഷൻ നടക്കുന്ന ഡിഫ്യൂഷൻ ബൗണ്ടറീസിലൊക്കെ കാണുന്നത് സിമ്പിൾ എപ്പിത്തീലിയമാണ്. ഇനി ഗ്യാസ് എക്സ്ചേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഫസ്റ്റ് വൺ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. നെക്സ്റ്റ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. അടുത്തത് തിക്നെസ് ഓഫ് മെംബ്രെയിൻ. അവസാനത്തത് സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഈ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ 4 ക്യാരക്ടേഴ്സിലാണ്. ആദ്യത്തെയാണ് പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ടെങ്കിൽ, നമ്മൾ നാച്ചുറലി നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇൻഹെയിൽ എടുക്കുന്ന എയറിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ഉണ്ടാവും അല്ലേ? ധാരാളം ഗ്യാസസിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. അതിൽ ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷർ, അതിന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ധാരാളം ഗ്യാസ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഗ്യാസിൻ്റെയും ആ കമ്പോണൻറ്റ് ഗ്യാസസിലെ ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഷർ, അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓക്സിജൻ്റെയും, നമ്മുടെ കൺസേൺ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പാർഷ്യൽ പ്രഷർ എങ്ങനെയാണ്? PO2 PCO2 എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കിയേ, അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 159 ആണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 0.3 ആണ്. അതുപോലെ ആൽവിയോളയിലാണെങ്കിൽ ഓക്സിജൻ്റെ 104 ആണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 40. ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ വ്യത്യാസം അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 40യും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ 45ഉമാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, അതായത് ലങ്സിൽ പോയി ഓക്സിജനേഷൻ നടത്തിയ ബ്ലഡാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ഹൈ, ദാറ്റ് ഇസ് 95, വൈൽ PCO2 is only 40. ഇനി ടിഷ്യൂസിൽ എന്നാലോ ഓക്സിജൻ PO2 is only 40, while PCO2 is 45. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയാണ് പ്രഷർ ആ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇൻസ്പയർഡ് എയർ, എക്സ്പയർഡ് എയർ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കുലേഷൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൽവിയോളയിൽ 104 ആണ് ആൽവിയോളയുടെ PO2 എന്ന് പറയുന്നത്. പക്ഷേ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പക്ഷേ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാണ്, 40 mm/Hg ആണ്. അപ്പോൾ നാച്ചുറലി പ്രഷർ കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഗ്യാസസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അതേസമയം ബ്ലഡിൽ നോക്കിയേ, ഓക്സിജനേറ്റഡ് ബ്ലഡിലെ ഓക്സിജൻ്റെ കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലുമാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? ഡിഫ്യൂസ് ഇൻ ടു ദ കാപ്പിലറി ബ്ലഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാപ്പിലറീസിൽ നിന്ന് അല്ലെങ്കിൽ
ആൽവിയോളൈ. ഈ കാണുന്നതാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ആൽവിയോളൈ. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണുന്നതാണ് ആൽവിയോളൈ. ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 104ഉം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ 40 ആണ്. അപ്പോൾ ഡിഫ്യൂഷൻ ബാരിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഇവിടെ കൂടുതലാണ്, അതേസമയം ബ്ലഡ് വെസൽസിലാണെങ്കിൽ കുറവാണ്. അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും. കാരണം ഈ പ്രഷർ ഡിഫറൻസ് ആണ്. ഓക്സിജൻ്റെ പ്രഷർ 104ഉം എവിടെ ആൽവിയോളയിൽ ഓക്സിജൻ്റെ പ്രഷർ 104 ആണെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിൽ ദാറ്റ് ഈസ് ഓൺലി 40. അപ്പോൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഈ ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? ആൽവിയോളയിൽ നിന്ന് നോക്കൂ, ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം നോക്കിയാൽ നേരെ തിരിച്ചാണ്. PCO2 ഇൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ കൂടുതലാണ്, ദാറ്റ് ഈസ് 45. അതേസമയം ആൽവിയോളയിലാണെങ്കിൽ അത് 40 ഉള്ളൂ. അപ്പോൾ നാച്ചുറലി കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. കണ്ടോ, പൾമനറി ആർട്ടറി വഴി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഇവിടെയുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ PO2 കൂടുതലാണ്, 45 ആണ്. അവിടുന്ന് 40 ഉള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും, ഡിഫ്യൂഷൻ ബൗണ്ടറിയിൽ കൂടി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ഇൻ ടു ദ ആൽവിയോളൈ വൈൽ ഓക്സിജൻ ഡിഫ്യൂസ് ഇൻ ടു ദ കാപ്പിലറി ബ്ലഡ്. അതാണ് അവിടെ വ്യത്യാസം. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ആൽവിയോളാൽ എയറിൽ പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പാർഷ്യൽ പ്രഷർ കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാസസ് ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. ആൽവിയോളയിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായതുകൊണ്ട് അവിടുന്ന് ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതായത് ബ്ലഡ് കാപ്പിലറീസിൽ ആൽവിയോളൈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ആൽവിയോളൈ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ് എവിടത്തെക്കാളും? ആൽവിയോളൈക്കാളും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നാച്ചുറലി മൂവ് ടുവേർഡ്സ് ദ ആൽവിയോളൈ, മൂവ് ഇൻ ടു ദ ആൽവിയോളൈ. ഇതാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഘടകമാണ് പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുക, അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്സിജൻ്റെ പ്രഷർ, പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ കൂടുതലും ബ്ലഡ് കാപ്പിലറീസിൽ കുറഞ്ഞുമായിരുന്നുകൊണ്ട് ഈ ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്യും. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ബ്ലഡ് കാപ്പിലറീസിൽ കൂടുതലായിട്ടും ആൽവിയോളയിൽ കുറവായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഡിഫ്യൂസ് ഇൻ ടു ദ ആൽവിയോളൈ ഫ്രം ദ ബ്ലഡ് കാപ്പിലറീസ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് ക്രൈറ്റീരിയ ആണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. അത് നോക്കിയേ, സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 20 to 25 times ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി ഓക്സിജൻ്റെ സോലിബിലിറ്റിയേക്കാൾ വളരെയധികം കൂടുതലാണ്. സോ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദറ്റ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ഡിഫ്യൂഷൻ മെംബ്രെയിൻ പെർ യൂണിറ്റ് ഡിഫറൻസ് ഇൻ പാർഷ്യൽ പ്രഷർ ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ നടക്കാൻ കൂടുതൽ ടെൻഡൻസി ഉണ്ട്. അതാണ് ഈ പറയുന്നത്. അതായത് സോലിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനെ ഘടകപ്പെടുത്തിയാണ് ഈ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി വളരെ കൂടുതലാണ് ഓക്സിജനെ അപേക്ഷിച്ച്. നെക്സ്റ്റ് വൺ ഇസ് ദ തിക്നെസ് ഓഫ് മെംബ്രെയിൻ. ഇത് മനസ്സിലായല്ലോ അല്ലേ? സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ
carbon dioxide's solubility higher than that of oxygen. So the amount of carbon dioxide that can diffuse through the diffusion membrane per unit differences in partial pressure is much higher than oxygen. അത് solubility difference ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണിക്കുന്നത് ഓക്സിജൻ മോളിക്യൂളാണ്. ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഡിഫ്യൂഷൻ റേറ്റാണ് കാണിക്കുന്നത് 0.15 മില്ലിമോൾ പെർ ലിറ്റർ ആണ്. ആ സമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന് കുറച്ചും കൂടെ കൂടുതൽ ഡിഫ്യൂഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലാണെങ്കിൽ 3 മില്ലിമോൾ പെർ ലിറ്റർ ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഇവിടെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം, സോല്യൂബിലിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തിക്നെസ് ഓഫ് മെംബ്രെയിൻ. തിക്നെസ് ഓഫ് മെംബ്രെയിൻ മീൻസ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത് 3 ലെയറിൻ്റെ ഇടയിൽ കൂടി കടന്ന് വേണം ഈ ഗ്യാസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ. അതായത് ബ്ലഡിലേക്കും ആൽവിയോളയിലേക്കും. ബ്ലഡിൻ്റെ ആൽവിയോളയുടെ ഇടയ്ക്ക് 3 മെംബ്രെയിനുകളാണുള്ളത്. ദാറ്റ് ഈസ് ഒന്ന് സ്ക്വാമസ് എപ്പിത്തീലിയം, ആൽവിയോളയുടെ മെംബ്രെയിനെ ഇന്നർ ലൈനിങ്ങിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ മെംബ്രെയിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് സ്ക്വാമസ് എപ്പിത്തീലിയം, ആൽവിയോളയുടെ ലൈനിങ്. നെക്സ്റ്റ് കംസ് ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിനെ പറയുന്ന പേരാണ് എൻഡോത്തീലിയം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദ ടു. അതായത് ഈ ആൽവിയോളയുടെ സർഫസിൻ്റെയും നമ്മുടെ ബ്ലഡിൻ്റെ കാപ്പിലറീസ് അല്ലെങ്കിൽ ആ ബ്ലഡ് കാപ്പിലറീസിൻ്റെ സർഫസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ലെയറാണ് ഈ പറയുന്ന ബേസ്മെൻറ്റ് മെംബ്രെയിൻ. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ കവറിങ് ആണ്? ആൽവിയോളയുടെ. ആ സമയം എൻഡോത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കാപ്പിലറീസിൻ്റെ. ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ ദ ടു. അപ്പോൾ തിക്നെസ് ഓഫ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ തിക്നെസ്സും എന്തിനെ അഫക്റ്റ് ചെയ്യും? ഗ്യാസ് എക്സ്ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് കംസ് ദ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. റെസ്പിറേറ്ററിൻ്റെ സർഫസ് ഏരിയ എന്തുമാത്രമുണ്ട്? ലങ്സിലെ റെസ്പിറേറ്ററി മെംബ്രെയിനാണ്, അവിടുത്തെ സർഫസ് ഏരിയ എന്തുമാത്രമുണ്ട്? ഹ്യൂമൻ ലങ്ങിൻ്റെ സർഫസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വലിപ്പം വരെ വരാം. അതായത് ആൽവിയോള ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് ലങ്സ്. ആൽവിയോള ഇങ്ങനെ ബഞ്ച് ഓഫ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് വെറുതെ ഒരൊറ്റ സിംഗിൾ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ സർഫസ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഇൻക്രീസ് സർഫസ് ഏരിയ ഗ്രാജുവലി ഇൻക്രീസസ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഈ സർഫസ് ഏരിയ കൂടുമ്പോൾ നാച്ചുറലി ഗ്യാസ് എക്സ്ചേഞ്ചും കൂടും. അതാണ് സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് 4 ഘടകങ്ങളാണ്, ഗ്യാസ് എക്സ്ചേഞ്ചിനെ ബാധിക്കുന്ന 4 ഘടകങ്ങൾ. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ആൽവിയോളയും ബ്ലഡും തമ്മിൽ. അതായത് ആൽവിയോളയിലുള്ള ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിലേക്ക് എടുക്കുന്നു. അടുത്തത് ബ്ലഡും ടിഷ്യൂസും തമ്മിൽ. ബ്ലഡിൽ ഇപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ PO2 കൂടുതലായിരിക്കും. ആ സമയം ടിഷ്യൂസിൽ ചെന്ന് കഴിഞ്ഞാൽ PCO2 ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഓക്സിജൻ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് നേരെ തിരിച്ചു ടിഷ്യൂവിൽ നിന്ന് ബ്ലഡിലേക്ക്. ഇനി ഗ്യാസ് എക്സ്ചേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറേ ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്, തിക്നെസ് ഓഫ് മെംബ്രെയിൻ, ദെൻ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഫസ്റ്റ് വണ്ണാണ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതിൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ കമ്പോണൻറ്റ് ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ PO2 PCO2 എന്നാണ് പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പാർഷ്യൽ പ്രഷറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഡിഫറെൻറ്റ് സ്ഥലത്തെ പാർഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയറിലാണെങ്കിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവായിരിക്കും. ആൽവിയോളയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ PO2 കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ
ശുദ്ധീകരിക്കാത്ത രക്തം. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ PO2 എന്ന് പറയുന്നത് കുറവായിരിക്കും, PCO2 കൂടുതലായിരിക്കും. ഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ PO2 ആയിരിക്കും കൂടുതൽ. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ PO2 കൂടുതലായിരിക്കും, PCO2 കുറവായിരിക്കും. ദെൻ ടിഷ്യൂസിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും. കാരണം ടിഷ്യൂസിൽ ഈ വരുന്ന ഓക്സിജനെ ഉപയോഗിച്ച് സെൽ റെസ്പിറേഷൻ നടത്തുന്ന സ്ഥലമാണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേഷൻ ഉണ്ടാവും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടും. ഇനി ഗ്യാസ് എക്സ്ചേഞ്ചിനെ, ആൽവിയോളയിലാണ് മെയിനായിട്ടും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ഈ പാർഷ്യൽ പ്രഷർ. രണ്ടാമത്തെ സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്, എന്തുമാത്രം സോല്യൂബിൾ ആവാൻ പറ്റും. ഓക്സിജനാണോ കാർബൺ ഡൈ ഓക്സൈഡിനാണോ സോല്യൂബിലിറ്റി കൂടുതൽ? നമ്മൾ കണ്ടു കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ദെൻ കംസ് തിക്നെസ് ഓഫ് മെമ്പറൈൻ. തിക്നെസ് ഓഫ് മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ 3 മെമ്പറൈൻ്റെ ഇടയ്ക്കൂടിയാണ് ഡിഫ്യൂഷൻ നടക്കേണ്ടത്. ദേ ആർ സ്ക്വാമസ് എപ്പിത്തീലിയം, ബേസ്മെൻറ്റ് മെമ്പറൈൻ ആൻഡ് എൻഡോത്തീലിയം. ലാസ്റ്റ് വൺ ഇസ് സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെമ്പറൈൻ. റെസ്പിറേഷൻ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്ന ഏരിയ, ആ ഏരിയ കൂട്ടാൻ ഈ ആൽവിയോളയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച്. Alveoli increases gas exchange. This is all about exchange of gases.